Hey all, welcome to Learning Now. നമുക്കിന്ന് കീമിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കീമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of velocity of the electron in the second, third and fourth Bohr orbital of hydrogen atom is. നമുക്കറിയാം ഹൈഡ്രജന്റെ ഓരോ ഓർബിറ്റ്സ് ഉണ്ട്. നമ്മൾ ലൈൻ സ്പെക്ട്രം അത് ഇതൊക്കെ പഠിക്കുമ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ബോർസ് ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബോർ ഓർബിറ്റലിലെ സെക്കൻഡും തേർഡും ഫോർത്തും ഓർബിറ്റിന്റെ വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ. Option A 3:2:1, B 1:2:3, C 1:4:9, D 6:4:3, and finally E 9:4:1. So the correct answer is 6:4:3. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആൻസർ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. The velocity of an electron in a Bohr orbital of hydrogen is inversely proportional to the principal quantum number n. അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റി പഠിച്ചു. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ, മാഗ്നറ്റിക്, സ്പിൻ, അങ്ങനെ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അതിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ is denoted by the letter n. Here, the velocity of an electron in Bohr orbital of hydrogen is inversely proportional to principal quantum number. അതായത് v proportional to 1/n. That is, നമുക്ക് വേണ്ടത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആണ്. ദാറ്റ് ഈസ് v2 is to v3 is to v4 is equal to. ഓക്കെ, എത്രയാണോ ഓർബിറ്റ് അത് തന്നെയാണ് എന്നിന്റെ വാല്യൂ. അപ്പൊ സെക്കൻഡ് ഓർബിറ്റ് n is equal to 2, തേർഡ് ഓർബിറ്റ് n is equal to 4, n is equal to 3, and fourth orbit n is equal to 4. Then v2 is to v3 is to v4 is 12 is to 8 is to 6. On simplifying we get 6 is to 4 is to 3. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 6 is to 4 is to 3 ആണ്. Okay, the ratio of velocities of electrons in the second, third and fourth Bohr's orbital of hydrogen atom is 6 is to 4 is to 3. Then second question, plutonium nucleus undergo fission with. പ്ലൂട്ടോണിയം ഫിഷൻ പ്രോസസ് ആണ് ചോദിക്കുന്നത്. ഫിഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, ലാർജ് പാർട്ടിക്കിള് ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ ആവുന്നത്. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, സ്മോൾ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് ലാർജ് ആവുന്നത്. അപ്പൊ പ്ലൂട്ടോണിയം ന്യൂക്ലിയസ് എന്തുമായിട്ടാണ് ഫിഷന് അണ്ടർഗോ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. ഫാസ്റ്റ് ന്യൂട്രോൺ, സ്ലോ ന്യൂട്രോൺ, ഫാസ്റ്റ് ഡ്യൂട്രോൺസ്, സ്ലോ ഡ്യൂട്രോൺസ് ആൻഡ് ഫാസ്റ്റ് ആൽഫ പാർട്ടിക്കിൾ. The answer is slow neutron. എന്താണ് explanation? Plutonium nuclei typically undergo fission when they are struck by slow neutrons. When a slow neutrons are absorbed by plutonium nucleus, it become unstable and undergo fission. അതായത് ഒരു സ്ലോ ന്യൂക്ലിയസുമായിട്ട് ആണ് സ്ലോ ന്യൂട്രോണുമായിട്ടാണ് എപ്പോഴും പ്ലൂട്ടോണിയം എന്താവുന്നത്, ഫിഷൻ നടത്തുന്നത്. അപ്പോൾ സ്ലോ ന്യൂട്രോൺ ന്യൂട്രോണെ ഈ പ്ലൂട്ടോണിയം അബ്സോർബ് ചെയ്യുമ്പോൾ അത് അൺസ്റ്റേബിൾ ആവുകയും അത് ഫിഷൻ വിധേയമാവുകയും ചെയ്യുന്നു. അതായത് സ്പ്ലിറ്റിംഗ് ഓഫ് സ്മോളർ ന്യൂക്ലിയസ് ആൻഡ് റിലീസിങ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി അലോങ് വിത്ത് മോർ ന്യൂട്രോൺ. ഈ ന്യൂട്രോണുമായിട്ട് ചേരുമ്പോൾ ഈ വലിയ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ 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 ന്യൂക്ലിയസ് ആയിട്ട് മാറുകയും എ ലോട്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ് which can induce further fission. അപ്പോൾ ആ എനർജി ഉപയോഗിച്ച് പിന്നും ഫിഷൻ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലൂട്ടോണിയം ന്യൂക്ലിയസ് അണ്ടർഗോ ഫിഷൻ വിത്ത് സ്ലോ ന്യൂട്രോൺസ്. Then third question, out of following pair of element identify isotones. Isotones ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ സിമിലർ ആയിട്ട് വരുന്ന കുറെ ടേംസ് ഉണ്ട്. ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോട്ടോൺസ്. അപ്പൊ അതെല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. ഇതിൽ ഐസോട്ടോൺസ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഹൈഡ്രജൻ H2 or H3, then
Au and mercury, gold, mercury, then hydrogen. അതിനൊക്കെ എന്താണ് അറ്റോമിക് നമ്പറിൽ വ്യത്യാസം വരുന്നുണ്ട്, ഇവിടെ മാസ് നമ്പറിൽ വ്യത്യാസമുണ്ട്. then chlorine 35 ഉണ്ട്, chlorine 37 ഉണ്ട്, uranium 235, uranium 238. അപ്പൊ എന്താണ് ആദ്യം ഐസോട്ടോൺ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമുക്ക് ഐസോടോപ്പ് നോക്കാം. ഐസോടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും. അപ്പൊ നമ്മുടെ ആ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഐസോടോപ്പിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 2 1 3. അപ്പൊ ഡിഫറെന്റ് മാസ് നമ്പർ ആൻഡ് സെയിം അറ്റോമിക് നമ്പർ ആർ കാൾഡ് ഐസോടോപ്സ്. ദെൻ ഗോൾഡ്, മെർക്കുറി എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് ന്യൂട്രോണിന്റെ എണ്ണം നോക്കുക. ഓക്കെ, ന്യൂട്രോൺ 18 ന്യൂട്രോൺസ് ആണുള്ളത്. അപ്പൊ എന്താണ് ഐസോടോൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഐസോടോൺസ്. when number of neutrons is equal it is called isotons. അപ്പൊ എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാം? ഈ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് മുകളിൽ എഴുതിയിരിക്കുന്നതായിരിക്കും, അറ്റോമിക് നമ്പർ താഴെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. ഗോൾഡിന്റെ കേസിൽ 197 മൈനസ് 79 കിട്ടുമ്പോൾ 118 കിട്ടും. മെർക്കുറിയുടെ കേസിലും സെയിം തന്നെ. അപ്പോൾ രണ്ടും കൂടെ ഡിഫറൻസ് എടുത്ത് നോക്കുക. നമ്പർ ഓഫ് ന്യൂട്രോൺ സെയിം ആണെങ്കിൽ അത് ഐസോടോൺ. ഫസ്റ്റ് കേസിൽ അത് ഐസോടോപ്പ് ആയിരുന്നു. Okay, then chlorine കേസിൽ എടുക്കുമ്പോൾ chlorine is also isotope with 17 proton each. Isotope ആണ്, മാസ് നമ്പറിൽ വ്യത്യാസം വരുന്നുണ്ട്. then uranium is also isotope. അപ്പൊ ഈ ഗോൾഡും മെർക്കുറിയും ഒഴിച്ച് ബാക്കി എല്ലാവരും ഐസോടോപ്പുകളാണ്. ഐസോടോപ്പ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ, different mass number. Isotons have equal number of neutron. Mass number minus atomic number gives the number of neutron. Okay. Then fourth question, if EC and EV represent the energy of conduction band and valence band, then ED and EG represent the donor energy level and the band gap in n-type semiconductors. Then true relation among them. ഇവിടെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് പറയുന്നത്. ഇപ്പൊ കണ്ടക്ടേഴ്സ് എടുത്താലും സെമി കണ്ടക്ടേഴ്സ് എടുത്താലും വാലൻസ് ബാൻഡും കാണും, കണ്ടക്ഷൻ ബാൻഡും കാണും. അപ്പൊ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്, അതായത് ഇലക്ട്രോൺ ഫ്ലോ പോസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കണ്ടക്ടർ. നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇൻസുലേറ്റർ, രണ്ടിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ. അപ്പൊ n-type semiconductor എന്ന് പറഞ്ഞാല് it is a semiconductor material that have an excess electron. എക്സസ് ഇലക്ട്രോൺ ഉണ്ടാവും, ഒരു നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇസിയും ഇവിയുമാണ് കണ്ടക്ഷൻ ബാൻഡിനെയും വാലൻസ് ബാൻഡിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇ ഡി റെപ്രസെന്റ് ഡോണർ എനർജി ലെവൽ, ഇ ജി റെപ്രസെന്റ്സ് ദ ബാൻഡ് ഗ്യാപ്പ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഇസി ഇസ് ഈക്വൽ ടു ഇ ഡി, ബി ED greater than EC, then or ED greater than EV, EC minus EV is equal to 2 EG, EC plus EG is equal to EV. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് എങ്ങനെ വന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ EC is equal to ED. This is not true. The donor level ED is typically just below EC but not equal to it. എപ്പോഴും ഡോണർ ലെവൽ എന്ന് പറയുന്നത് ECയെ കാട്ടിയും എന്താണ് ടിപ്പിക്കലി ജസ്റ്റ് ബിലോ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഇത് ഈക്വൽ ആവാൻ പാടില്ല. ഈ സെക്കൻഡ് കേസിൽ ഇത് ഇൻകറക്റ്റ് ആണ്, കാരണം ഇ ഡി ടിപ്പിക്കലി സ്ലൈറ്റർ ബിലോ ഇ സി ആയിരിക്കണം, നോട്ട് എബൌട്ട്. ഇവിടെ ഇ ഡി കൂടുതലാണെന്നാണ്. ഇനി ഇ ഡി ഗ്രേറ്റർ ദാൻ ഇ വി, ഇതാണ് കറക്റ്റ്. എപ്പോഴും ഡോണർ ലെവൽ എന്ന് പറയുന്നത് ബാലൻസ് ബാൻഡിനെ കാട്ടിയും എബവ് ആയിട്ട് ഇരിക്കണം. അടുത്ത കേസ് എടുത്താൽ ഇ സി മൈനസ് ഇ വി ഇസ് ഈക്വൽ ടു 2 EG. ദിസ് ഈസ് ഓൾസോ ഇൻകറക്റ്റ്. ദ ബാൻഡ് ഗ്യാപ്പ് ഇ ജി സിംപ്ലി the difference between EC and EV. So correct എന്ന് പറഞ്ഞാൽ EC minus EV is equal to EG ആണ്. ഓക്കെ, EG എന്ന് പറയുന്നത് EC-യുടെയും EV-യുടെയും കൂടെ എന്തായിരിക്കണം, സബ്സ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ ആയിരിക്കണം. Then EC plus EG is equal to EV is incorrect because correct is EC is equal to EV plus EG. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സി ആണ്
true ആയിട്ട് correct ആയിട്ട് ഉള്ളത്. Then fifth question, during the formation of p-n junction, majority of holes diffused from n side to p side, majority electron diffused from p side to n side, ionized donors formed on p side, ionized acceptors formed on n side. The space charge region on either side of the junction is called a depletion region. The option E is the correct answer. എന്താണ് explanation എന്ന് നോക്കാം. majority holes diffused from n to p side, അത് incorrect ആണ്. കാരണം majority holes are on the p side. holes എപ്പോഴും കാണുന്നത് p side ലായിരിക്കും, positive side ലായിരിക്കും, and then move to the n side. But the majority carriers on the n sides are once diffusing to the p side. അപ്പോൾ അത് ആ p സൈഡിൽ ഹോൾസ് കൂടുതലും അത് n സൈഡിലേക്ക് പോകുന്നു. മെജോറിറ്റി കാരിയേഴ്സിന്റെ n സൈഡ് ഇലക്ട്രോൺസ് ആയിരിക്കും, അത് p സൈഡിലേക്ക് പോകുന്നു. അതാണ് അവിടെ കറക്റ്റ് വരുന്നത്. Then majority electron diffuse from p side to n side. This is incorrect. Majority electrons are on the n side, so they diffuse to the p side. എപ്പോഴും ഇലക്ട്രോൺസ് എവിടെയായിരിക്കും? n സൈഡിലായിരിക്കും. അവര് p സൈഡിലേക്ക്, ഹോളിന്റെ സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. Then ionized donors on p side, it is also incorrect. Ionized donors are formed on the n side. Ionize ചെയ്തിരിക്കുന്നത് എപ്പോഴും n സൈഡിലായിരിക്കും. Ionized acceptor അങ്ങനെയാണെങ്കിൽ p സൈഡിലായിരിക്കും. അപ്പോൾ അതും incorrect ആണ്. Final one, the space charge region on either side of the junction is called a depletion region. This is correct. The space charge region formed around the junction where charge carrier are depleted is called a depletion region. ആ ഒരു space charge region formed around the junction വിളിക്കുന്ന പേരാണ് depletion region. അത് correct ആണ്, ബാക്കിയെല്ലാം incorrect ആണ്. Then sixth question, what is the mass of crystalline oxalic acid? Molar mass 126, present in 15 ml of 0.02 normal aqueous oxalic acid solution. ഇതൊരു പ്രോബ്ലം ആണ്. മാസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്സാലിക് ആസിഡിന്റെ. ഏതില്? 0.0 നോർമൽ അക്വസ് ഓക്സാലിക് ആസിഡില് പ്രസന്റ് ചെയ്തിരിക്കുന്ന 15 ml 0.02 നോർമൽ അക്വസ് ഓക്സാലിക് ആസിഡിലുള്ള ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡിന്റെ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോർമാലിറ്റി 0.02 തന്നിട്ടുണ്ട്, ഓളിയം 50 ml തന്നിട്ടുണ്ട്, കൺവേർട്ട് ഇറ്റ് ഇൻടു ലിറ്റർ. ഓക്കെ, then molar mass of oxalic acid is 126. അപ്പോൾ number of equivalents in 15 ml of 0.02 normal solution നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോർമാലിറ്റി ഇൻറ്റു ഓളിയം ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇക്വലൻസ് കിട്ടും. അപ്പൊ ഇവിടെ നോർമാലിറ്റി 0.01 തന്നിട്ടുണ്ട്, ഓളിയം നമ്മൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു 0.05 ആണ് വന്നത്. അപ്പൊ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.001 ഇക്വലൻസ് എന്ന് കിട്ടും. ദെൻ നമുക്ക് വേണ്ടത് മാസ് ആണ്. മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് മോളാർ മാസ് തന്നിട്ടുണ്ട് ഓക്സാലിക് ആസിഡിന്റെ. മോളാർ മാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ആണ് മാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഗിവൺ മാസ് ബൈ എന്താണ് ഇക്വലന്റ് പെർ മോൾ ചെയ്യുക. അപ്പം ഗിവൺ ഇക്വലന്റ് എത്ര കിട്ടി? 0.001 ഡിവൈഡഡ് ബൈ 2 ഇക്വലന്റ് പെർ മോൾ ആണ് വരുന്നത്. ഈക്വൽ ടു 0.0005 മോൾസ് എന്ന് പറയും. അപ്പൊ നമുക്ക് മോൾസ് കിട്ടി. ദെൻ മാസ് ഇസ് ഈക്വൽ ടു മോൾസ് ഇൻറ്റു മോളാർ മാസ്. ദാറ്റ് ഈസ് 0.0005 ഇൻറ്റു 126 is the molar mass of oxalic acid. On multiplying we get 0.063. Convert them to milligram. That is 63. First equivalents. The number of equivalents, normality into volume, then moles കണ്ടുപിടിക്കുക, then mass is equal to moles into molar mass. Okay. Then seventh question, the correct electronic configuration of Tc, the atomic number 43. അപ്പോൾ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്നീഷ്യം ആണ് നമ്പർ
43 എന്ന് പറയുന്നത്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 4d6 5s1 5b0, അതായത് ക്രിപ്റ്റോൺ വെച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. അതായത് അതിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് വെച്ചിട്ടാണ് ഈ ഒരു കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത്. 4d3 5s1 5p3, then 4d5 5s2 5p0, 4d7 5s0 5p0, 4d4 5s2 5p1. നമുക്കറിയാം ഇവിടെ എസ് സബ്ഷെൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡി സബ്ഷെൽ ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ്, ഫുള്ളി ഫിൽഡ് നമ്മൾ ക്രോമിയം കോപ്പർ പഠിച്ചതാണ്. സോ ആൻസർ സി ഈസ് ദ ഓപ്ഷൻ, ദാറ്റ് ഈസ് 5s2 4d5. കെ ഷെല്ലിൽ 1s 2 ഇലക്ട്രോൺ 1s2, നമുക്കത് സബ്ഷെൽ കോൺഫിഗറേഷൻ അറിയുന്നതാണ്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10 എക്സെട്ര. അപ്പോ ഇവിടെ മാക്സിമം നമ്മൾ 5s 2 ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം ഡി ഓർബിറ്റൽ ഫില്ല് ചെയ്യുക. അതുകൊണ്ടാണ് 5s2 4d5 എന്ന് വരാൻ കാരണം, ജസ്റ്റ് ലൈക്ക് ക്രോമിയം ആൻഡ് കോപ്പർ. The 8th question, what is the mass of water formed when 1.6 gram of methane gas is completely burned in excess oxygen? 1.6 gram methane gasine excess oxygen burn ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന വാട്ടറിന്റെ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, then combustion of methane CH4. Normally combustion reaction എന്ന് പറഞ്ഞാൽ CH4 plus 2O2 gives carbon dioxide plus water. Then molar mass of methane is carbon mass 12 plus ഒരു ഹൈഡ്രജന്റെ 1, so 4 into 1, that is 16 gram per mole is the molecular mass of methane. Then molar mass അറിയാം, given mass ഉണ്ട്. അപ്പോൾ number of moles കണ്ടുപിടിക്കുക, given mass by molar mass, that is 1.6 by 16. Then from the balanced equation we see that. അപ്പോൾ നമുക്ക് ഇനി ഇക്വേഷൻ നോക്കാം. ഒരു മോള് മീഥേൻ എന്ത് ചെയ്യുന്നുണ്ട്, 2 മോള് വാട്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നോക്കാം, ഒരു മോൾ മീഥേൻ ഡീകമ്പോസ് ചെയ്യുമ്പോൾ 2 മോൾ 2 മോൾസ് വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 0.1 മോൾ മീഥേൻ, നമ്മളിവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. 0.1 മോൾ മീഥേൻ എത്ര വാട്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഈസ് 0.1 മോൾ മീഥേൻ ഇൻറ്റു 2. അതായത് ഒരു മോൾ മീഥേൻ 2 ആണെങ്കിൽ 0.1 മോൾ മീഥേൻ 1.1 into 2, that is 0.2 mole water. Then the molar mass of water is 18 gram per mole. Mass of water is number of moles of water into molar mass, that is equal to 3.6. The mass formed when 1.6 gram of methane completely burned is 3.6. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ജനറൽ ഇക്വേഷൻ എഴുതുക. കമ്പഷന്റെ CH4 plus 2O2 gives CO2 plus 2H2O. Then molar mass of methane കണ്ടുപിടിക്കുക, that is 16 gram. Given mass ഉണ്ട്, divided by molar mass ചെയ്യുമ്പോൾ number of moles കിട്ടും. അത് വെച്ചിട്ട് 1 മോളിന് 2 gram വേണം. സോ 0.1 എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് അപ്പോൾ അത് നമ്പർ ഓഫ് മോൾസിൽ നമുക്ക് കിട്ടും. ദെൻ വാട്ടറിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക. മാസ് വെച്ച് മോളാർ മാസും കൂടി മോൾസും മോളാർ മാസും കൂടി ഉപയോഗിച്ച് മാസ് കണ്ടുപിടിക്കുക. അപ്പോൾ 1.6 gram മീഥേന് എത്ര വാട്ടർ വേണമെന്നുള്ളത് നമുക്ക് മാസിൽ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണിത് ചെയ്യുന്നത്. Then 9th question, number of angular and radial nodes present in 4d orbitals. Angular and radial nodes, it is a common question. 4d orbital angular radial nodes എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 1 4 3 2 2 3 2 4 2. എങ്ങനെയാണ് നോഡ്സ് കണ്ടുപിടിക്കുക? ടോട്ടൽ നോഡ്സ് n-1. n is the principal quantum number. Okay, 4d ഓർബിറ്റൽ ആണെങ്കിൽ n4 ആണ്. ദ നമ്പർ ഓഫ് ആംഗുലർ നോട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർ ക്വാണ്ടം നമ്പർ L, for a d orbital L is equal to 2L, that is equal to 2. So the number of angular nodes is, അപ്പൊ നമുക്ക് d ഓർബിറ്റലില് എടുത്തു കഴിഞ്ഞാൽ L ന്റെ വാല്യൂ എത്രയാണ്? അതായത് S ആണെങ്കിൽ L ന്റെ വാല്യൂ 0.
ഓക്കെ, പി ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 1, ഡി ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 2, എഫ് ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 3. അങ്ങനെയാണ് വരുന്നത്. അതായത് കോണ്ടന്റ് നമ്പർ എല്ലിന്റെ വാല്യൂ എസ് സബ്ഷെല്ലിനാണെങ്കിൽ 0, പിക്ക് ആണെങ്കിൽ 1, ഡിക്ക് ആണെങ്കിൽ 2, എഫിനാണെങ്കിൽ 3. അപ്പൊ ഇവിടെ 4D ആയതുകൊണ്ട് തന്നെ എല്ലിന്റെ വാല്യൂ 2 ആയിരിക്കും. Okay, then number of radial nodes is remaining node after subtracting angular nodes from total node. Total node നമുക്ക് n-1 is equal to 3 എന്ന് കിട്ടി. അതിൽ നിന്ന് angular നോഡിന്റെ വാല്യൂ കുറയ്ക്കുന്നതാണ് റേഡിയൽ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് 4D ഓർബിറ്റൽ ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ നോഡ് കണ്ടുപിടിക്കുന്നത് n-1. n is the principal quantum number. 4D ആയതുകൊണ്ട് തന്നെ n എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ നോഡാണ്. ആംഗുലർ നോഡ് എപ്പോഴും അസിമുത്തൽ ക്വാണ്ടം നമ്പർ എല്ലിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 4Dയുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എസ് ആണെങ്കിൽ 0, പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെങ്കിൽ 3. സോ ദ ആംഗുലർ നോഡ് ഈസ് 2. അപ്പോൾ ടോട്ടൽ നോഡിൽ നിന്ന് ആംഗുലർ നോഡ് കുറയ്ക്കുന്നതാണ് റേഡിയൽ നോഡ്. ദാറ്റ് ഈസ് 3 - 2 is equal to 1. Okay. Then, which of the following isoelectronic species has smallest radius? Mg2 plus, F minus, Na plus, O2 minus, Al3 plus. അപ്പൊ എന്താ ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ബട്ട് ഡിഫറെന്റ് ന്യൂക്ലിയർ ചാർജ് ഉള്ളവരാണ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ദ സ്പീഷീസ് എബോ ഓൾ ഹാവ് 10 ഇലക്ട്രോൺ. മഗ്നീഷ്യം എടുത്താലും 10 ഇലക്ട്രോൺ, ഫ്ലൂറിന് 10 ഇലക്ട്രോൺ, Na പ്ലസ് 11 ആണ്, പ്ലസ് ആയതുകൊണ്ട് ഒന്ന് പോയി. ഫ്ലൂറിൻ 9 ആണ്, മൈനസ് ആകുമ്പോൾ ഒരെണ്ണം വന്നു, സോ 10 ഇലക്ട്രോൺ. O2 minus 10 electron, Al3 plus 10 electron. As the nuclear charge increases, the electrons are more strongly attracted, leading to smaller ionic radii. ഇവിടെ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ ന്യൂക്ലിയസുമായിട്ട് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഒരു അട്രാക്ഷൻ കാണും. സോ അവർ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈസ് എന്ത് ചെയ്യും? വളരെ ചെറുതായിരിക്കും. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ചാർജ് വരുന്നത് 3+ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലൂമിനിയത്തിനായിരിക്കും ആ അട്രാക്ഷൻ കൂടുതൽ. അതുകൊണ്ട് തന്നെ അലൂമിനിയത്തിന്റെ റേഡിയസ് ആയിരിക്കും വളരെ കൂടുതൽ എന്ന് പറയുന്നത്. അതായത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതും ഡിഫറെന്റ് ന്യൂക്ലിയർ ചാർജ് ഉള്ളവരാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും 10 ഇലക്ട്രോൺസ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഡിഫറെന്റ് ന്യൂക്ലിയർ ചാർജ്. തന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും 10 ഇലക്ട്രോൺസ് വെച്ചാണ് ഉള്ളത്. ബട്ട് ഇവർക്കെല്ലാം ഡിഫറെന്റ് ന്യൂക്ലിയർ ചാർജ് ആണ്. ഇനി എന്ത് ചെയ്യുക? ന്യൂക്ലിയർ ചാർജ് കൂടുതൽ ആർക്കാണെന്ന് നോക്കുക. അത് 3+ ആണ്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അവര് ന്യൂക്ലിയസുമായിട്ട് ഉള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. കൂടുതലാണെങ്കിൽ അവരുടെ സൈസ് സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. സോ Al3+ ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.